അന്യന്റെ വേദന അറിയാൻ കഴിയുന്നവർക്കേ നല്ല എഴുത്തുകാരനാവാൻ സാധിക്കുകയുള്ളൂ എന്ന് എം മുകുന്ദൻ. പള്ളൂർ VN പുരുഷോത്തമൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായന മാസാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ ഭാഷാ ക്ലബ്ബും സീഡ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന സാഹിത്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേദനകളില്ലാത്ത ലോകത്ത് ഉദാത്തമായ സൃഷ്ടികൾ പിറവിയെടുക്കില്ലെന്നും കുട്ടികളിൽ അക്ഷരസ്നേഹം വളർത്താൻ നമുക്കാവണമെന്നും വായനയില്ലാത്ത ജീവിതം നിരർത്ഥകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതുച്ചേരി സംസ്ഥാനത്ത് സാഹിത്യ അക്കാദമി രൂപവൽക്കരിക്കുക എന്നതും മയ്യഴിയിൽ സാഹിത്യോത്സവം നടക്കുക എന്നുള്ളതും തന്റെ ആഗ്രഹങ്ങളാണെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. എഴുത്തുകാരനും കാസർഗോഡ് എൻഡോസൾഫാൻ ബാധിതർക്കു തുണയായ സ്നേഹവീട് പ്രവർത്തകനുമായ അംബികാസുധൻ മാങ്ങാട് ചടങ്ങിൽ മുഖ്യാതിഥിയായി. എഴുതാനും വായിക്കാനും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നാം പൊരുതി നേടിയതാണെന്ന് അംബികാസുധൻ കുട്ടികളെ ബോധ്യപ്പെടുത്തി. എൻ മഗജെ നോവലിൽ ആവിഷ്കരിക്കപ്പെട്ട എൻഡോസൾഫാൻ ഇരകളുടെ ദുരിതങ്ങൾ കൽപ്പിത കഥയല്ലെന്നും നെഞ്ചു തകർക്കുന്ന സത്യങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. വൈസ് പ്രിൻസിപ്പൽ കെ പ്രേമാനന്ദൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിലെ സീഡ് ക്ലബ്ബും അധ്യാപകരും ചേർന്ന് സമാഹരിച്ച 15,000 രൂപ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സ്നേഹവീട് ചികിത്സാ പദ്ധതിയിലേക്കു വേണ്ടി അംബികാസുധൻ മാങ്ങാടിന് കൈമാറി. മാഹി വിദ്യാഭ്യാസ വകുപ്പ് മേലധ്യക്ഷ MM തനുജ മുഖ്യഭാഷണം നടത്തി. സിനിമാ പിന്നണി ഗായകൻ M മുസ്തഫ മാസ്റ്റർ ആശംസകൾ നൽകി. വായന മാസാചരണത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ വിശിഷ്ടാതിഥികൾ വിതരണം ചെയ്തു. കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്തു മാസിക M മുകുന്ദൻ പ്രകാശനം ചെയ്തു. S ശിവാനി, P നിവേദ്യ, ഷാരി കൃഷ്ണ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. സ്കൂൾ ഹരിതഗേഹത്തിൽ ഓർമ്മമരമായി വിശിഷ്ടാതിഥികൾ മാവിൻ തൈകൾ നട്ടു. ഉദ്ഘാടന സമ്മേളനത്തിന് ക്യാമ്പ് ഡയറക്ടറും മാഹി മേഖലാതല സീഡ് കോർഡിനേറ്ററുമായ KK സ്നേഹപ്രഭ സ്വാഗതവും സീനിയർ ലെക്ചറർ MK ബീനൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നാടക പ്രവർത്തകനും ഭാഷാധ്യാപകനുമായ വേണുദാസ് മൊകേരി, സംസ്ഥാനതല പരിശീലക C നിഷാറാണി എന്നിവരുടെ നേതൃത്വത്തിൽ സാഹിത്യ ക്യാമ്പും നടന്നു.